നമ്മൾ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ദ ലെജൻഡ് ഓഫ് കേരള എന്നല്ല നമ്മളത് പറയുന്നത്. ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ ലെജൻഡറി ഹീറോ ആണ് അദ്ദേഹം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ലെജൻഡറി ഹീറോ ആണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പ്ലാനിംഗ് നീതി ആയോഗിക്കുമ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ്റെ നീതി ആയോഗിലിരിക്കുമ്പോൾ അവിടുത്തെ പറയാണ്, ശ്രീ പിണറായി വിജയൻ നിങ്ങൾ കേരളത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്, ഒരു വരദാനമാണ്. കാരണം ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നാണ് അവർ പറഞ്ഞത്. ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നാണ്. അദ്ദേഹം ഇപ്പോൾ ഭരിച്ചതാ തുടങ്ങി. അന്ന് അദ്ദേഹം തുടങ്ങിയപ്പോൾ ഇവിടെ കേരളത്തിൽ അതിദാരിദ്ര്യരുടെ എണ്ണം 9%. ഇന്ന് കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ല, നമുക്ക് ഉറക്കെ പറയാം. കാരണം അദ്ദേഹം പാവപ്പെട്ട ഒരാളാണ്. നമ്മൾ AKG സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ പടത്തലെന്നാണ്. ഞങ്ങൾ ശ്രീ പിണറായി വിജയനെ സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ അത്താണിയാണെന്നാണ്. കാരണം ഏറ്റവും പാവപ്പെട്ടല്ലേ, നമുക്ക് പട്ടിണിയില്ല, ദരിദ്രരില്ല കേരളത്തിൽ. ഒരു ദരിദ്രനെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ദരിദ്രരില്ല. അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പാപങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞ ഒരു വരദാനമാണ്, കേരളത്തിൻ്റെ ഒരു വരദാനമാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഇത്രയും ശക്തനായ, ഇത്രയും ധൈര്യത്തോടെ എന്ത് പ്രതിസന്ധി വന്നാലും അദ്ദേഹം ഒന്നും അവഗണിക്കില്ല. അദ്ദേഹം തീരുമാനിച്ച കാര്യങ്ങൾ, ക്യാബിനറ്റ് തീരുമാനിച്ച കാര്യങ്ങൾ, ജനങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ അദ്ദേഹം നടപ്പിലാക്കിയിരിക്കും. അത് നമ്മൾ ലെജൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രി നമ്മുടെ വായനാദിനം കഴിഞ്ഞ 8 കൊല്ലമായിട്ട് അദ്ദേഹം നടത്തും. അദ്ദേഹം വന്ന് നമ്മളെ സ്ഥലമിടുന്നു. വലിയ കാര്യമാണ് സാർ. അതുകൊണ്ട് വായനയ്ക്ക് കൂടുതൽ ശക്തി വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. കൂടുതൽ ശക്തി വന്നുകൊണ്ടിരിക്കുക. കാരണം ഇന്ന് നോളജ് എക്കോണമിയുടെ കാലമാണ്. വൈജ്ഞാനിക സമ്പദ്ഘടന, വായനയിൽ കൂടെ നമുക്ക് അറിവ് നേടുന്നു. അപ്പോൾ അറിവ് നേടിയുള്ള സമ്പദ്ഘടന, അറിവിലുള്ള സമ്പദ്ഘടന സൃഷ്ടിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ ലക്ഷ്യം. അതിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അതല്ലേ അവർ പറഞ്ഞത്, പ്ലാനിംഗ് നീതി ആയുള്ള ആൾക്കാർ പറഞ്ഞത് ഇറ്റ്സ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി. കാരണം അങ്ങനെ പറയുന്നത് ഇന്ത്യ മുഴുവൻ, ഞാൻ UP-യിൽ പോയിരുന്നപ്പോഴും നമ്മുടെ ലക്നൌവിൽ പോയപ്പോഴും അവിടെയും പറയുന്നത് അവരുടെ സംസാരത്തിൽ പിണറായി വിജയൻ ഇസ് എ വണ്ടർഫുൾ മാൻ. ഇത്രയും കർമ്മകുശലതയോടെ ജനങ്ങളെ സേവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും നമുക്കില്ല. കാര്യത്തിൽ ഞാൻ ഒരു 2-3 പേരെ സ്മരിക്കുകയാണ് സാർ. ഈ വായനാദിനത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ ആരാധ്യനായ ശ്രീ നാനാർ സാറാണ്. നമ്മൾ നിഷ്കളങ്കനായ ഞാൻ അദ്ദേഹം ആ പുഞ്ചിരിയോട് അദ്ദേഹം പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നു. ഞങ്ങൾ വായനാദിനം ഓർഡർ വെക്കാൻ വേണ്ടി ഞാനും ജയകുമാർ സാറും PA ജോസഫ് മന്ത്രിയും കൂടെ പോകുമ്പോൾ, മസ്കറ്റ് ഹോട്ടലിൽ പോകുമ്പോൾ അദ്ദേഹം ചോദിച്ചെന്താ, അപ്പോൾ വായനാദിനം PN പണിക്കരുടെ ചരമദിനം വായനാദിനമായിട്ട് പ്രഖ്യാപിക്കണം. നല്ല കാര്യം, ആൾക്കാർ വായിക്കട്ടെ, നല്ല കാര്യം. നമ്മുടെ പണിക്കരുടെയല്ലേ, കൊടുക്കൂ ജോസഫേ, ഞാൻ ക്യാബിനറ്റിൽ റാറ്റിഫൈ ചെയ്തോളാം. ജയകുമാർ സാർ ഇരിക്കുകയാണ്, അദ്ദേഹം ഇരിക്കുകയാണ്. ഇപ്പോൾ ജയകുമാർ സാറിൻ്റെ വാക്കുകൾ പിന്നോക്കം മുഴുവൻ ഫയലുകളൊക്കെ അദ്ദേഹമാണ്. വെറും 6 ദിവസം കൊണ്ടാണ് വായനാദിനം പ്രഖ്യാപിച്ചത്. അപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ AK ആൻ്റണിയെ ഞാൻ സ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് PN പണിക്കർ ഫൗണ്ടേഷന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് വേണമെന്ന് പറഞ്ഞ് PN പണിക്കർ വിജ്ഞാൻ വികാസ് കേന്ദ്ര എന്ന് പറഞ്ഞ് അത് ഒരു ഓട്ടോണമസ് ബോഡിയെ തീരുമാനിച്ചത്. നമ്മുടെ ആരാധ്യനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ. എല്ലാ വിദ്യാഭ്യാസ മന്ത്രിമാരും അതിൻ്റെ ചെയർമാൻ നിർത്താം. കാരണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൂടുതൽ സംസാരിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ ഇതും പോകും. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പേടിയാണ്. അപ്പോൾ അദ്ദേഹം അതുപോലെ തന്നെ ശ്രീ മോഡി, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോഡിയെ സ്മരിക്കുന്നു. അദ്ദേഹമാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ കൊണ്ടുപോയത്. ഇന്ത്യയിലെ 400 ദശലക്ഷം കുട്ടികൾ ഇന്ന് വായനാദിന പ്രതിജ്ഞ എടുക്കുന്നു. ലഹരിക്ക് വിരുദ്ധമായി അവർ പ്രതിജ്ഞ എടുക്കുന്നു. അപ്പോൾ അത് ഒരു സാമൂഹ്യ മാറ്റത്തിന് ഇടവരുത്തിയിരിക്കുകയാണ്. ഈ സാമൂഹ്യ മാറ്റത്തിന് ഇടവരുത്തിയതിന് ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിൻ്റെ കണ്ണുകളിൽ കൂടി വായന ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുക.